ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ചില ആളുകൾ ദേവാലയത്തെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം എന്താണ്? യേശുദമ്പുരാൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയിൽ ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നുള്ള അവസരമായിരിക്കും. എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുത്തു നിൽക്കുവാനോ എതിർക്കുവാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങൾ എല്ലാവരോടും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിനിടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഇത് ക്രിസ്തു മതത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ ഈ മതപീഡനത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കർത്താവ് വളരെ മുൻകൂട്ടി നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. എന്തൊക്കെ സംഭവിക്കും? അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: യുദ്ധങ്ങളുണ്ടാകും, കലഹങ്ങളുണ്ടാകും, രാജ്യം രാജ്യത്തിനെതിരെ തിരിയും, ജനം ജനത്തിനെതിരെ തിരിയും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, ക്ഷാമമുണ്ടാകും, പകർച്ചവ്യാധികൾ ഭീകര സംഭവങ്ങൾ ഉണ്ടാകും. മനുഷ്യർ അവർ നിങ്ങളെ പിടിക്കും, നിങ്ങളെ പീഡിപ്പിക്കും, സിനഗോഗുകളിൽ അടയ്ക്കും. ഇങ്ങനെ അനേക കാര്യങ്ങളാണ് അന്ത്യകാലത്ത് പറയുന്നത്. കർത്താവ് പറയും, നിങ്ങളെ വഴിതെറ്റിക്കരുത്, നിങ്ങളെ ആരും വഞ്ചിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. എന്താ കാരണം? കർത്താവ് പറയുന്നത്, അന്ത്യകാലമാകുമ്പോൾ നമുക്കിതിനുള്ള എല്ലാ അടയാളങ്ങളും നമുക്ക് ലഭിക്കും. നാം ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, യേശുവിൽ ഉറച്ചു നിൽക്കുവാൻ. യേശു അവിടെയുണ്ട്, യേശു ഇവിടെയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇന്നും പുറകെ പോകരുത്. നമ്മൾ ക്രിസ്തുമതത്തിൻ്റെ ആരംഭത്തിലേക്ക് തിരിയാമെങ്കിൽ, റോമാ സാമ്രാജ്യം എത്ര ഭയാനകമായ രീതിയിൽ, എത്ര ഭീകരമായ രീതിയിലാണ് മതപീഡനം നടത്തിയത്. നീറോ ചക്രവർത്തി റോമാ സാമ്രാജ്യം കത്തിച്ചു. എന്നിട്ട് ആ കുറ്റം മുഴുവനും ക്രിസ്ത്യാനികളുടെ മേല് ഏൽപ്പിച്ചു കൊടുത്തു. യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് അദ്ദേഹം ഒരു തമാശയാക്കി മാറ്റി. നീറോ മുതൽ കോൺസ്റ്റന്റൈൻ വരെയുള്ള 10 ചക്രവർത്തികളുടെ കാലം മതപീഡനത്തിന്റെ കാലമായിരുന്നു. ക്രിസ്ത്യാനിയാണോ? അവൻ കലഹക്കാരനാണ്. അവനാണ് സമൂഹത്തിൽ കലഹങ്ങൾ സൃഷ്ടിക്കുന്നത്. അവരുടെ എല്ലാം സ്വത്തുകൾ കണ്ടുകെട്ടുവാനും, അവരുടെ എല്ലാം വീടുകൾ കണ്ടുകെട്ടുവാനും, അവരെല്ലാം തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുവാനും, അവരെ എല്ലാവരും ബന്ധിക്കുവാനും, അവരെല്ലാം കാരാഗൃഹത്തിൽ അടയ്ക്കുവാനും, അവരുടെ കൈകൾ വെട്ടാൻ, കാലുകൾ വെട്ടാൻ, അവരുടെ ചർമ്മം ഉരിയുവാൻ, എണ്ണയിലിട്ട് പൊരിക്കുവാൻ, തീ ഒത്തി കത്തിക്കുവാൻ, വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുവാൻ, ഭയാനകമായ ഭീകരമായ മതപീഡനമാണ് സഭയുടെ ആരംഭകാലത്ത് സംഭവിച്ചിരുന്നത്. എന്നാൽ നമുക്കറിയാം, എത്ര പേരെ രക്തസാക്ഷികളാക്കിയോ അതിൻ്റെ 10 മടങ്ങായി ക്രിസ്ത്യാനികൾ വളരുന്ന കാണാൻ സാധിക്കും. 12 പേരിൽ ആരംഭിച്ചത് ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷങ്ങൾ, കോടികളായിട്ട് വളരുന്നത് കാണാൻ സാധിക്കും. ലോകത്തിൽ 140 കോടി കത്തോലിക്കർ മാത്രമുണ്ട്. 140 കോടി കത്തോലിക്കർ മാത്രമുണ്ട്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ ബീജം. ഓരോ ക്രിസ്ത്യാനിയും പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അനേക ക്രിസ്തുവിനെ അറിയുന്നവർ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ ഉണ്ടായി എന്നുള്ളത്. എന്നാൽ യേശു തമ്പുരാൻ ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ, നമ്മിൽ നിന്നും
അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവൻ, വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുന്നവൻ. പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, മർദ്ദനങ്ങൾ ഉണ്ടാകുമ്പോൾ, രക്തസാക്ഷി ആകേണ്ടി വരുമ്പോൾ തൻ്റെ ഇടത്തോടുകൂടി യേശുവിന് സാക്ഷ്യം നൽകുവാൻ നമുക്കൊക്കെ സാധിക്കണം. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനുള്ള സമയമാണെന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനുള്ള സമയം. നമുക്ക് യേശു വിശ്വസിക്കുന്നവരാണ്. പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച് മറ്റു പലതിലേക്ക് ഓടുന്നവരാണ് നമ്മൾ. മറന്ന് എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്, എനിക്കെൻ്റെ ദോഷമൊന്നും ചെയ്യത്തില്ല, യേശുവിൻ്റെ ഒടുക്കൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മനോഹരമായ ഉദാഹരണമാണ് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇയ്യോബ് ദൈവത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. സാത്താൻ ഇയ്യോബിനെ ശകലം പോലും സഹിച്ചില്ല. സ്വർഗത്തിലേക്ക് ചെല്ലുന്ന സാത്താനോട് ദൈവം ചോദിക്കുന്നുണ്ട്, എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ കാണുന്നുണ്ടോ? ഇയ്യോബിനെ കുറിച്ച് സാത്താൻ പറയുന്നത്, നീ അവന് മുഴുവൻ സംരക്ഷണവും കൊടുത്ത് സർവ്വസമ്പത്തും കൊടുത്ത് നീ അവനെ അനുഗ്രഹിക്കുമ്പോൾ അവനെന്തിനാ ഭയപ്പെടേണ്ടത്? ദൈവം സാത്താനോട് പറയും, നീ പോയി അവന്റെ സമ്പത്തിൽ കൈവെക്ക്, പക്ഷെ അവനിൽ കൈവെക്കരുത്. സാത്താൻ ഒറ്റ ദിവസം കൊണ്ട് ഇയ്യോബിനുണ്ടായ നഷ്ടങ്ങൾ അപാരങ്ങളാണ്. ആടുകള്, മാടുകള്, ഒട്ടകങ്ങള്, വയലോലകള്, ഗോതമ്പ് മണി പാടങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമാകുന്ന കാണാൻ സാധിക്കും. അവസാനം തൻ്റെ സഹോദരന്റെ വീട്ടിലെയും സൽക്കാരത്തിനിടയിൽ തൻ്റെ 7 മക്കളും വീട് തകർന്നുകൊണ്ട് മരിക്കുന്ന കാണാൻ സാധിക്കും. ഇയ്യോബിന് പറയാൻ സാധിച്ചു, ഇയ്യോബിന്റെ വിശ്വാസത്തിന്റെ ആഴമാണ് കാണുന്നത്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവാനായിട്ട് ഇയ്യോബിന് സാധിച്ചു. പിന്നീടും ഇയ്യോബിന്റെ ശരീരത്തിലേക്ക് സാത്താൻ പ്രവേശിച്ചു. ശരീരം മുഴുവൻ വ്രണമാക്കി മരിച്ചു. അവന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോയി, അവന്റെ വേലക്കാരനെ ഉപേക്ഷിച്ചു പോയി, എല്ലാവരും ഉപേക്ഷിച്ചു പോയി. കൂട്ടുകാർ വന്ന് അവനെ വിമർശിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. വാഴച്ചുവട്ടിൽ ശരീരം മുഴുവൻ വ്രണമായി ഒരു ഓട്ടുകഷ്ടമായി കിടക്കുന്ന ഇയ്യോബിനെ നിങ്ങൾ കാണാൻ സാധിക്കും. ഒരു നിമിഷം പോലും ദൈവത്തെ പരിഹസിക്കുവാൻ ഇയ്യോബ് തയ്യാറായില്ല. പ്രിയ സഹോദരങ്ങളെ, അവസാന നിമിഷം വരെ ഇയ്യോബ് ദൈവത്തെ ഏറ്റുപറഞ്ഞു. അതിന് അനന്തരഫലം നമുക്കറിയാം. അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന രക്ഷ പ്രാപിക്കും. ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരും. 10 മടങ്ങായി ഇയ്യോബിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഓർത്തുകൊള്ളണം, ആ സൗഭാഗ്യം ദൈവം നൽകുന്നത് കുരിശിലൂടെയാണ്. എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിക്കണം, കുരിശെടുക്കണം, എൻ്റെ പിന്നാലെ വരണം. നീ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ നീ ബന്ധിക്കപ്പെടും, നീ ജയിലടയ്ക്കപ്പെടും, നിന്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും, നിനക്ക് വലിയ വലിയ വാഗ്ദാനങ്ങൾ കിട്ടും. അനേക വിശുദ്ധരെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ വാഗ്ദാനങ്ങൾ കിട്ടി. തോമസ് മോറിന്റെ ജീവിതത്തിൽ വലിയ വാഗ്ദാനങ്ങൾ കിട്ടി. സെന്റ് ജോർജിന്, വിശുദ്ധ ഗീവർഗീസ് നിയമത്തിൽ വലിയ വാഗ്ദാനങ്ങൾ കിട്ടി. സ്തെഫാനോസിന്റെ ജീവിതത്തിൽ വലിയ വാഗ്ദാനങ്ങൾ കിട്ടി. ആ വാഗ്ദാനങ്ങളൊക്കെ തൃണവൽക്കണിച്ചുകൊണ്ട് യേശുവിനെ ഏറ്റുപറയുവാൻ അവർക്കൊക്കെ സാധിച്ചു. അതുകൊണ്ട് എന്തു പറ്റി? അവർക്കൊക്കെ രക്തസാക്ഷികളാകുവാനും സ്വർഗത്തിന്റെ അവകാശിയായി തീരുവാനും മഹത്വത്തിന്റെ കിരീടം പ്രാപിക്കുവാനായിട്ടും അവർക്ക് സാധിച്ചു. കാലം കടന്നു പോകുമ്പോൾ സമൂഹത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും യേശുവിൽ ഉറച്ചു നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. പ്രിയ സഹോദരങ്ങളെയും, അതിന് നാം ചെയ്യേണ്ട ഒന്നാമത് നമ്മുടെ വിശ്വാസം നാം പഠിക്കണം, അറിയണം. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കണം. പ്രാർത്ഥന വഴി, കൽപ്പനകൾ വഴി, ദൈവത്തിന്റെ വചനം വഴി, വിശുദ്ധ കുദാശകൾ വഴി, പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഞാനും നിങ്ങളും ഒരു പെരിഫറൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കരുത്. മറിച്ച് തൊലിക്കകത്തേക്ക്, ആഴത്തിലേക്ക്, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് യേശുവിനെ ഉൾക്കൊള്ളുന്ന യേശുവിന് ശിഷ്യന്മാരായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. എനിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് പൗലോസ് പറഞ്ഞതുപോലെ എനിക്കും പറയാൻ സാധിക്കണം. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈ ദാൻ ടു സിൻ എന്ന് പറയുവാൻ എനിക്ക് സാധിക്കണം. മരിക്കുന്നതാണ് എനിക്ക് നല്ലത് പാപം ചെയ്യുന്നതിനേക്കാൾ. ആർക്കെന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ കഴിയും? യുദ്ധത്തിനോ, വാളിനോ, ദാരിദ്ര്യത്തിനോ, പട്ടിണിക്കോ, രോഗത്തിനോ ഒന്നിനും യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റുവാൻ കഴിയത്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണം യേശുവുമായിട്ട് ആഴമുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. വിശ്വാസത്തെ ആഘോഷിച്ച് ജീവിക്കുവാനും, ആരുടെ മുമ്പിൽ വിശ്വാസം ഏറ്റുപറയുവാനും, വിശ്വാസത്തിന് സാക്ഷിയാകുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. നാം നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നോക്കാമെങ്കിൽ അനേക ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എൻ്റെ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ദിവസങ്ങളോളം ജയിലിലടച്ചു. ഫാദർ സ്റ്റൈൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ഛനെയും മാസങ്ങളോളം ജയിലിലടച്ച് അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ എത്ര മനുഷ്യരെ
ക്രിസ്തുവിന്റെ പേരിൽ ഈ കാലയളവിൽ തന്നെ, ഈ നൂറ്റാണ്ടിൽ തന്നെ രക്തസാക്ഷികളാക്കി. റാണി മരിയ എന്ന് പറയുന്ന സന്യാസിനി യേശുവിനെ ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ, യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ ഏതാണ്ട് 36 കുത്തി അവളെ കൊലയ്ക്ക് കൊടുക്കുന്ന കാണാൻ സാധിക്കും. ഈ ഭാരതത്തിൽ തന്നെ നടക്കുന്നെങ്കിൽ ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ, ഇറാനിലും ഇറാഖിലുമൊക്കെ എന്തുമാത്രം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിലും യുഗോസ്ലോവേക്കിയയിലുമൊക്കെ എന്തുമാത്രം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. ക്രിസ്ത്യാനി എന്ന ഒറ്റ കാരണം അവർക്ക് എന്തെല്ലാം കുറ്റങ്ങൾ അവരുടെ മേൽ ആരോപിക്കാമോ അതെല്ലാം ആരോപിക്കാൻ സാധിക്കും. നമ്മുടെ ഇടയിലേക്കും മതപീഡനം കടന്നു വരുമ്പോൾ ഭയപ്പെടരുത്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ളവരാണ് ഞാൻ എന്ന ബോധ്യത്തോടുകൂടി വിശ്വാസത്തെ ഏറ്റുപറയുവാനുള്ള എല്ലാ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് തേജസ്കരണത്തിന്റെ കാലമാണ്. മഹുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ കുരിശിലൂടെ അല്ലാതെ ആർക്കും സാധിക്കത്തില്ല. ആ സഹനത്തിൽ പങ്കാളികളാകുമ്പോഴാണ് മഹത്വത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത്. കർത്താവ് മുൻകൂട്ടി നൽകുന്ന ഈ നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അപ്രതീക്ഷിതമായി എന്തോ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാൻ ഇടവരുതാണ് പത്രോസ്ലീഹ പറയുന്നത്. സഹനങ്ങൾ വരുമ്പോൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചു, പ്രതീക്ഷിക്കണം. കുരിശുകളെ പ്രതീക്ഷിക്കണം, സന്തോഷത്തോടെ കുരിശുകളെ സ്വീകരിക്കണം. ആ കുരിശുകളെ ആശ്ലേഷിച്ചുകൊണ്ട് കർത്താവിന്റെ കുരിശിന്റെ മറുവശത്ത് നമ്മെ ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നമ്മുടെ പ്രസ്ഥാനങ്ങൾ തകർത്താലും, നമ്മുടെ ദേവാലയങ്ങൾ തകർത്താലും, നമ്മുടെ ഭവനങ്ങൾ തകർത്താലും തമ്പുരാന്റെ ആഗമന സമയത്ത് വിശ്വാസത്തോടെ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. മറ്റുള്ളവരെയും ബലപ്പെടുത്തുവാനും വിശ്വാസം ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിന്റെ ഒരു ഉത്തമ സാക്ഷിയെ പോലെ അനേക വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ഒരു വിശുദ്ധന്റെ പങ്കാളിത്തത്തോട് ജീവിക്കുവാൻ എല്ലാ കൃപയാനുഗ്രഹവും എനിക്ക് നിങ്ങൾക്കും ലഭിക്കട്ടെ. സർവശക്തനായ ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മേ പരിശുദ്ധ ദൈവമാതാവും ഇതിനോട് എല്ലാ കൃപയും അനുഗ്രഹവും എനിക്ക് നിങ്ങൾക്കും നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.